ഗൈസ്, നിങ്ങൾ ക്ലച്ച് എടുക്കുമ്പോൾ പാളിപ്പോറുണ്ടോ? പാളിപ്പോകുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ എയിം ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോൾ പറ്റത്തില്ലെന്നുണ്ടോ? ഗൈസ്, ഇതുപോലെ എനിമി സ്കോഡ് നമ്മളെ ഇതുപോലെ ഓരോ സൈഡിൽ നിന്ന് പുഷ് ചെയ്യുമ്പം പെട്ടെന്ന് അറിയാത്തതുണ്ടോ? ഗൈസ്, അതിന് നല്ല ഹെഡ്സെറ്റ് വെക്കണം. ഹെഡ്സെറ്റ് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഗൈസ് ഒരു 400-450 നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മുടെ റെഡ്മിയുടെ ഹെഡ്സെറ്റ് കിട്ടും ഗൈസ്. അതൊരു വെർത്ത് ഹെഡ്സെറ്റാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ തന്നെ പോയിട്ട് ഗൈസ് നമ്മുടെ കോസ്മിക് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്. അതായത് വയേർഡ്, എല്ലാം വയേർഡ് വേണം യൂസ് ചെയ്യാൻ. ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഇതുപോലെ സ്കോഡ് പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾ പാനിക് ആവത്തില്ലേ ഗൈസ്? അതിന് ഒന്നാമത് വേണ്ടത് ഞങ്ങളുടെ ഡിവൈസിന് ലാഗ് ഒന്നും ഉണ്ടായിരിക്കരുത്. ലാഗ് ഉണ്ടായിരിക്കാൻ വേണ്ടി സ്പേസ് വേണം. പിന്നെ മാക്സിമം സെറ്റിങ്സ് റെഡിയാക്കണം. പിന്നെ ഇതുപോലെ ഫൈറ്റ് എടുക്കണമെങ്കിൽ ഗൈസ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിലും ബാക്കിലോട്ട് 2 സ്കോഡ് വരും. അതായത് ബാക്കിൽ നിന്ന് വരുന്ന ഒരു സ്ട്രീമർ സ്കോഡാണ് കേട്ടോ. അപ്പോൾ അവന്മാരെ എങ്ങനെ അടിക്കുമെന്ന് നോക്കുക. കോൺഫിഡൻസ് ഗൈസ്, പ്രാക്ടീസ് കൊണ്ട് മാത്രമേ ഇത് പിടിച്ചു നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ സെൻസിറ്റിവിറ്റി, ക്ലോസ് റേഞ്ചിൽ വരുന്ന എനിമീസിനെ മിഡ് റേഞ്ചിലും ഷോർട്ട് റേഞ്ചിലും ലോങ് റേഞ്ചിലും അടിക്കണമെങ്കിൽ നമ്മുടെ അഡ്വാൻസിൽ പോയി ഓൾ വെപ്പണിൽ ഓരോ സെറ്റിങ്സിലും പോയിട്ട് ഓരോ കണ്ണിനും ഓരോ സെറ്റിങ്സിൽ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലെ അടിക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല ഗൈസ്, സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യാൻ അറിയാത്തവർ നമ്മുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്നതെന്ന്. ഒരാൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ അത്രയും നല്ലത്. ഡിവൈസിൻ്റെ ഗൈറോസ്കോപ്പിൻ്റെ സെൻസർ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഓരോ ഡിവൈസിലും ഓരോ രീതിയിലായിരിക്കും സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രീമറിൻ്റെ POV കാണുന്നവർ നോക്കോ ഗൈസ്. സ്ട്രീമർ തന്നെ അടിക്കാൻ വന്നിട്ട് നൈസായിട്ട് പിസ്റ്റലും ഗൈസ് UMP കൊണ്ടാണ് വൈപ്പെടുത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ 11K അടുത്ത് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ മച്ചാന്മാരും നമ്മളെ കൂടെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 4K അടിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മച്ചാന്മാർക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരം. ഇവിടെ നോക്കുവാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഒരു സ്കോഡുണ്ട്. അപ്പോൾ അവരെ അടിക്കുന്നത് വെച്ചാൽ ഗൈസ് സൗണ്ട് ബേസ് ആണ്. പിന്നെ ലോജിക്കും കൂടെ നോക്കണം. കാരണം വെച്ചാൽ ഫസ്റ്റ് ആരെ അടിക്കണം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഇച്ചിരി പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വൈപ്പുകൾ എടുക്കാൻ പറ്റും. വൈപ്പ് എടുത്തിട്ട് ഗൈസ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഗൈസ്. അതായത് നിങ്ങൾ ഏത് കണ്ണ് വെച്ചാണ് ക്ലോസ് റേഞ്ചിൽ കളിക്കുന്നത് കമൻറ്റ് ചെയ്യുക ഗൈസ്. UMP ഏറ്റവും കൂടുതൽ ഡാമേജ് ആയതുകൊണ്ട് തന്നെ UMP കളിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ 79 ഡാമേജ് ഉണ്ട് ഒരു ബുള്ളറ്റിൽ ഹെഡിൽ ഗൈസ്. അപ്പോൾ മാക്സിമം എല്ലാവരും കളിക്കുന്ന ഗണ്ണെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വെച്ചാൽ വരെ. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഗൈസ് ടീം മൊത്തം ചത്ത്. അപ്പോൾ ഞാൻ റീകോൾ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോഴത്തേക്കും എന്നെ പുഷ് ചെയ്തു കേട്ടോ അവന്മാർ ഇങ്ങോട്ട്. അപ്പോൾ എങ്ങനെ അവരെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കി. ഇതുപോലുള്ള ക്ലോസ് റേഞ്ച് ടിപ്സ് വേണമെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ വരെ. ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാം. ശരി, എന്നാൽ അടുത്ത വീഡിയോ.